വോളിമെട്രിക് സൈസും ഗ്രോസ് വെയിറ്റും എപ്പോഴും ആളുകൾക്ക് ഒരു കസ്റ്റമേഴ്സിന് സംശയം വരുന്ന ഒരു മേഖലയാണ്. എത്തരം സാധനങ്ങൾക്കാണ് വോളിമെട്രിക് സൈസ് കൂടുതലായിട്ട് വരിക എന്നുള്ളത് ജസ്റ്റ് 2 എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. ഒരു ഡിസൈനേഴ്സിൻ്റെ ഒരു ഡ്രസ്സ്, ഒരു ബൊട്ടിക്ക് എന്നുള്ള ഡ്രസ്സ് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിന് 3 kg ആയിരിക്കും വെയിറ്റ് വരിക. ഒരുപാട് ഡിസൈൻസും മറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പരിധിയിൽ വിട്ട് കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം ഡ്രസ്സുകളുടെ വോളിയം വരുന്നത് എങ്ങനെ പോയാലും ഒരു 3 kg ഡ്രസ്സിന് ഒരു 5 kg മിനിമം വോളിയം വരും. ബിക്കോസ് അതായിരിക്കുന്ന ബോക്സ് കുറച്ച് വലുതായിരിക്കും. ഇതുപോലെ തന്നെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളോ മറ്റ് ക്രോക്കറീസോ പാത്രങ്ങൾ അയക്കുന്ന സാഹചര്യത്തിൽ പാത്രത്തിന് വെയിറ്റ് വളരെ കുറവായിരിക്കും സ്റ്റീൽ പാത്രങ്ങൾക്ക്. പക്ഷെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് വളരെ കൂടുതലായിരിക്കും. ഒരു ഇന്റർനാഷണൽ കൊറിയർ അയക്കുമ്പോൾ, എയർ അയക്കുമ്പോൾ 2 മെഷർമെൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന് വോളിമെട്രിക് സൈസ് ആൻഡ് ഗ്രോസ് വെയിറ്റ്. ഗ്രോസ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഈ ബോക്സ് നമുക്ക് ഈ മെഷീനിൽ വെക്കുമ്പോൾ കാണുന്നത് എത്രയാണോ വെയിറ്റ് അതായിരിക്കും അതിൻ്റെ ഗ്രോസ് വെയിറ്റ്. അതോടൊപ്പം തന്നെ വോളിമെട്രിക് സൈസ് എന്ന് പറയുന്ന ഒരു ബോക്സ് വെക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് കിട്ടുന്ന ആൻസറിന് ഡിവൈഡ് ബൈ 5000. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല. ഇതിൽ ഏതാണോ ഹൈ അതായിരിക്കും ചാർജബിൾ വെയിറ്റ് ആയിട്ട് ഇന്റർനാഷണൽ കൊറിയറിൽ പരിഗണിക്കുന്നത്.